തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ സ്വാധീനങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ സ്കൂൾ ക്യാമ്പസുകളിൽ പ്രവേശിക്കുന്നത് പൂർണ്ണമായും വിലക്കിക്കൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി എ രാജ്മോഹൻ ഉത്തരവിറക്കി. സ്കൂൾ കേവലം പഠനത്തിന് മാത്രമുള്ളതാണെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുള്ള വേദിയല്ല എന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. പുതിയ ഉത്തരവ് പ്രകാരം ഔദ്യോഗിക സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് മാത്രമേ ഇനി മുതൽ സ്കൂളിലേക്കും ക്ലാസ് മുറികളിലേക്കും പ്രവേശനം അനുവദിക്കൂ. സ്കൂളുകൾ ആരെയും അമിതമായി പുകഴ്ത്താനുള്ള സ്ഥലമല്ല. ക്ലാസ് മുറികളിലോ സ്കൂൾ പരിസരങ്ങളിലോ രാഷ്ട്രീയ നേതാക്കളുടെ ജന്മദിനാഘോഷങ്ങൾ നടത്താൻ പാടില്ല. സർക്കാർ സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളും രാഷ്ട്രീയ നിഷ്പക്ഷത പുലർത്തുന്നതും വിദ്യാഭ്യാസപരമായി പ്രാധാന്യമുള്ളതുമായിരിക്കണം. കുട്ടികളെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്താൻ എല്ലാ രാഷ്ട്രീയ നേതാക്കളും രക്ഷിതാക്കളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. അടുത്തിടെ തമിഴ്നാട്ടിൽ ഉയർന്നുവന്ന ചില വിവാദങ്ങളാണ് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് സർക്കാരിനെ നയിച്ചത്. മുഖ്യമന്ത്രി വിജയുടെ പാർട്ടിയായ TVKയുടെ പ്രവർത്തകർ ഒരു സ്കൂളിൽ പ്രവേശിച്ച് ക്ലാസ് തടസ്സപ്പെടുത്തുകയും വിജയുടെ ചിത്രം കാണിച്ച് കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന റീൽസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനു പുറമെ വ്യവസായ മന്ത്രി S. കീർത്തന വിരുദുനഗറിലെ ഗേൾസ് ഹൈസ്കൂൾ സന്ദർശിച്ചപ്പോൾ കുട്ടികളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെ ചോദ്യം ചെയ്തതും വിവാദമായിരുന്നു. സർക്കാർ സ്കൂളുകളുടെ നിലവാര തകർച്ചയ്ക്ക് കാരണം മുൻ സർക്കാരാണെന്ന മന്ത്രിയുടെ രാഷ്ട്രീയ പരാമർശത്തിനെതിരെ പ്രതിപക്ഷമായ DMK ശക്തമായി രംഗത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് പോലും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് വിജയ് സർക്കാർ മാതൃകാപരമായ ഈ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്.